സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച വിദ്യാർത്ഥികളുടെ ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് പ്രോഗ്രാം എറണാകുളം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലർ മനു ജേക്കബിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങ് എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ദേവിക TS മേനോൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യ അതിഥിയായി വൈപ്പിൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷൈനാമോൾ, എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക ദുർഗ മേനോൻ, ഇടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ശ്രീമതി അനുപമ പുരുഷോത്തമൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. പദ്ധതി വിശകലനം നടത്തി എറണാകുളം ജില്ലാ ഗിഫ്റ്റഡ് ചിൽഡ്രൻ കോർഡിനേറ്റർ ജോബ്രീന ടീച്ചർ ഗിഫ്റ്റഡ് ചിൽഡ്രൻ 2024-25 ഉദ്ഘാടന ചടങ്ങിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ മനീഷ മൈക്കിൾ സ്വാഗതവും ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രതിനിധി അശ്വിൻ കൃഷ്ണ നന്ദിയും രേഖപ്പെടുത്തി. ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം 2024-25 വിദ്യാർത്ഥികളായ അഷിത ലാലും പാർവതിയും കോർഡിനേറ്റ് ചെയ്തു. ഈ പരിപാടിയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരുടെയും അനുഗ്രഹത്തോടെ തുടങ്ങട്ടെ. ഈശ്വര പ്രാർത്ഥനയ്ക്ക് ആര്യ എന്നെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ സ്നേഹത്തോടെ നൽകിയ ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഈസ്റ്റോയുടെ സിസ്റ്റർ മനീഷ മൈക്കിളിനെ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി ദുർഗ മേനോൻ ടീച്ചർ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന പ്രതിഭാഘോഷണ പരിപാടിയാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം പദ്ധതി. ഓരോ കുട്ടിയുടെയും കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ പ്രതിഫലധനരായും പ്രാഗൽഭ്യമുള്ളവരായും വളർത്താൻ വിദ്യാഭ്യാസ കാലഘട്ടം ഉപകാരപ്രദമാകുന്നു. അതിനുവേണ്ടി ഓരോ വിദ്യാഭ്യാസ ചിന്തയും തനത് പ്രവർത്തനങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. വിവിധ മേഖലകളിൽ പദ്ധതികൾ രൂപപ്പെടുത്തുകയും തങ്ങളുടെ പ്രവർത്തന മികവ് വിലയിരുത്താനും ഉയർന്ന സാമൂഹിക മൂല്യങ്ങൾ വളർത്തിയെടുക്കാനും സഹായിക്കുന്ന ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് ഇതൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. ചെറുപ്പത്തിൽ ഒരു പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ നല്ല വിദ്യാഭ്യാസമുണ്ട്. ഇത് ചെയ്തത് ഇന്നത്തെ കാലം മൾട്ടി ടാസ്കിങ്ങിൻ്റെ ഒരു ലോകമാണ്. അതായത് നമ്മളൊരു കാര്യം മാത്രം ചെയ്യുക എന്നുള്ളതല്ല, മൾട്ടി ടാലന്റായി വളരുക എന്നുള്ളതാണ്. നല്ല വായന ഉണ്ടാകണം, നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മൾ അതിനുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാനത് കാരണം എൻ്റെ ഒരു സുഹൃത്ത് ബാംഗ്ലൂരിൽ ഒരു HR മാനേജറാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് കേരളത്തിൽ വരുന്ന കുട്ടികൾ ഭയങ്കര മാർക്കും കാര്യങ്ങളുണ്ട്, പക്ഷെ അവർക്ക് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ല, അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയാണ് നമ്മൾ മൾട്ടി ടാസ്കിങ് എന്താണ്, അല്ലെങ്കിൽ മൾട്ടി ടാലന്റഡായി വളരുക എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാം ഈ പരിപാടിയുടെ സമൂഹ വിജയത്തിന് അഹോരാത്രം പ്രയത്നിക്കുന്ന എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ദേവിക മാമിനെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി സ്നേഹാദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾ എല്ലാ ശനിയാഴ്ചകളിലും എന്നുള്ള ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ടോ? രാവിലെ ഒരു സെഷൻ, ഉച്ചയ്ക്ക് ഒരു സെഷൻ, 2 സെഷനായിട്ടാണ് ക്ലാസ് നടത്തുന്നത്. ആ ക്ലാസ് കണ്ട് നിർബന്ധ ബുദ്ധിയോടുകൂടി മക്കളോടാണ് പറയുന്നത്, ഞാൻ ഈ ക്ലാസ് മിസ് ചെയ്യില്ല. ഈ ക്ലാസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ക്ലാസ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ട്യൂഷന് പോകുന്നുണ്ടാവും ശനിയാഴ്ചകളിൽ, ആ ക്ലാസ് നമുക്ക് ഞായറാഴ്ചയിൽ പഠിച്ചെടുക്കാം. മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു സാറ് വന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ സാറിനെ പിന്നെ നമ്മൾ കാണുകയില്ല. അപ്പോൾ ആ ഒരു 1-2 മണിക്കൂറുള്ള സാറിൻ്റെ ക്ലാസ്സും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഭവമായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ
മിസ്സാവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ആഗ്രഹിക്കുക വിദേശ രാജ്യങ്ങളിലാണ് അല്ലേ? നമ്മുടെ സർക്കാർ നമുക്ക് സൗജന്യ വിദ്യാഭ്യാസമാണ് തരുന്നത്. ഇതെല്ലാ അംഗങ്ങളും നമ്മൾ സ്വായത്തമാക്കിയിട്ട് നമ്മളൊരു കല പറ്റിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു സ്ഥലങ്ങൾ എന്താ നമ്മൾ നമ്മുടെ രാജ്യത്തെ ചെയ്യേണ്ടത് അല്ലേ? കേരളത്തിലൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഇന്ത്യക്കാവുന്നത് നമ്മൾക്ക് നമ്മുടെ സർക്കാർ ചെയ്തു തരുന്ന സൗജന്യങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റി നമ്മൾ ഇന്ത്യക്കകത്ത് തന്നെ നിൽക്കാനുള്ള ശ്രമം നടത്തും കേട്ടോ. പഠിച്ചു കഴിയുമ്പോഴുണ്ടാവും നാട് വിട്ടു പോകുന്നൊരവസ്ഥയാണ്. അങ്ങനെ ഉണ്ടാവരുത്. നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. അവരുടെ അടുത്ത് അവർക്ക് വയസ്സുകാലത്ത് കൂട്ടായിട്ട് നമ്മുടെ നാടിനകത്ത് തന്നെ നമ്മൾ ജോലി ചെയ്യാനുള്ള ഒരു മനസ്സുകൂടെ മക്കൾ കാണിക്കുന്നതാണ് ടീച്ചർ പറയുന്നത്. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. അതിന്റെ ഫലമായി സ്കൂൾ ദിവസങ്ങളിൽ അല്ലാതെ അവർക്കൊരു ദിവസം അവർക്ക് വേണ്ടി മാത്രം എക്സ്പേർട്ടുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മികച്ച ക്ലാസുകൾ നടത്താം. അവർ സ്വയം പഠിക്കുന്നത് കണ്ടും കേട്ടും അനുഭവത്തിലൂടെയും യാത്രകളിലൂടെയുമാണ്. അതിനായി അവർക്ക് നേരിടുന്നു. അവരുടെ എല്ലാ ചെലവുകളും യാത്രാ ചെലവുകൾ പോലും കൊടുത്ത് പണ്ട് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ നാടിന് ഒരു മുതൽക്കൂട്ടാണ്. അങ്ങനെയുള്ള കുട്ടികളെ വളർത്തിക്കൊണ്ട് പറയേണ്ടത് മാതാപിതാക്കളോട് ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കുന്ന ക്ലാസ്സിൽ ഏറ്റവും എഴുതാതെ എപ്പോഴും നല്ല മാർക്ക് മാത്രം വാങ്ങുന്ന കുട്ടികളാണ് എടുക്കുന്നത്. അല്ല, ക്ലാസ്സിൽ മനസ്സായിട്ടിരിക്കുന്ന കാരണം അവരുടെ മുതലെ കഴിവുകൾ, ആ കഴിവുകളാണ് അവർ തീർന്നുമുട്ടുകയാണ്. അവർക്കത് നല്ല കുട്ടിയെ പോലെ, മര്യാദ കുട്ടിയെ പോലെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് പ്രകടിപ്പിക്കാൻ അറിയില്ല. വികൃതികളായിട്ട് നോട്ടി ബോയ്സ്, നോട്ടി ഗേൾസ്. നമ്മൾ അവരെ എപ്പോഴും വഴക്ക് പറയും. നമ്മുടെ ഇഷ്ടത്തിന്, പാരൻസ് ആണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് മറ്റു കുട്ടികളെ പോലെ പഠിക്കുന്നില്ല, അയൽപക്കത്തെ കുട്ടികളെ പോലെ പഠിക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളവരെ വഴക്ക് പറയാൻ മടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവരുടെ ഉള്ള വിരുന്നുകയാണ്. തീർച്ചയായും നിങ്ങൾ അവരെ വഴക്ക് പറയുന്നത്. എളമക്കര സ്കൂളിലെ മുഖച്ഛായമായി കേൾക്കുന്ന നമ്മുടെ എച്ചൻ ശ്രീമതി ദുർഗ മേനോനെ ആശംസ അറിയിക്കുന്നതിനെ ക്ഷണിച്ചുകൊടുക്കും. കുട്ടികൾക്ക് ആവശ്യമായത് എന്തൊക്കെയെന്ന് ഞങ്ങൾ സെർച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പഠിക്കുന്നവരാണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്നൊക്കെ നമ്മളിങ്ങനെ പോകും. അപ്പോൾ എനിക്ക് മുന്നിലേക്ക് വന്ന ഏറ്റവും ആദ്യം വന്ന ഒരു വീട് എന്താണെന്ന് വെച്ചാൽ, ഈ കേരളത്തിൽ നമ്മുടെ എറണാകുളം വിദ്യാഭ്യാസ ജില്ലയിലെ ഒരു വിദ്യാലയത്തിലേക്ക് എടുക്കേണ്ട പേര് റൗണ്ട് ജോൺ അഞ്ച്. ആ പേരാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താണ് ഈ കുട്ടികൾക്ക് തേടുന്നത്? നിങ്ങളെപ്പോലെ 8ാം ക്ലാസ്സുകാരനായ റൗണ്ട് ജോൺ നോർത്തൻപള്ളി സ്കൂളിലെ വിദ്യാർത്ഥി. നോർത്തൻപള്ളിയിലായിട്ടുള്ള കുട്ടികൾ ഇല്ല. നോർത്തൻപള്ളി സ്കൂളിലെ റൗണ്ട് ജോൺ എങ്ങനെയാണ് വന്നു പറയാം. ഈ പഠിക്കാൻ ക്ലാസ് എടുക്കും. പറ്റി ക്ലാസ് എടുക്കും. 6ാം ക്ലാസ് എടുക്കുന്നത് അമേരിക്കൻ സ്റ്റുഡൻസ്. പ്രസംഗത്തിനായി GHS ഇടപ്പള്ളി സ്കൂളിലെ HSC ശ്രീമതി അനുപമ പുരുഷോത്തമനെ ക്ഷണിച്ചുകൊടുക്കും. എറണാകുളം ജില്ലയിലെ പല സ്കൂളുകളിൽ നിന്നും ഏറ്റവും മിടുക്കരായിട്ട് അവരുടെ കഴിവ് തെളിയിച്ച കുട്ടികളെയാണ് നമ്മളിവിടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഈ വർഷം. അപ്പോൾ നമുക്കറിയാം ഇവരുടെ കഴിവുകളെ എൻറിച്ച് ചെയ്യാൻ എന്തൊക്കെ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിന് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാനായിട്ട് നമ്മളുടെ ഉന്നത അധികാരികൾ കൂടെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സാധ്യതകളും ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. ആ കഴിവുകളെ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് കിട്ടുന്ന ക്ലാസ്സുകളെല്ലാം എക്സ്പെർട്ട് കോർഡിനേറ്ററും എളമക്കര സ്കൂളിലെ അധ്യാപികയുമായ ശ്രീമതി ജോറിന KJ ടീച്ചറെ പദ്ധതി വിശകലനം നടത്തുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊടുക്കുന്നു. ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിൻ്റെ പ്രവർത്തന ഉദ്ഘാടനത്തിനാണ് സെൻറ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ നമുക്ക് ലഭിച്ചതിന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും
സൗകര്യം നോക്കിയാണ് ഈ ഒരു വിദ്യാലയം തിരഞ്ഞെടുത്തത്. നമുക്കിത് സന്തോഷത്തോടെ സിസ്റ്റർ നൽകിയത്. നമ്മുടെ ഈ ഒരു വർഷത്തെ പ്രവർത്തനോദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പോൾ അറിയുമായിരിക്കാം. നമുക്കറിയാം, 7ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കാനായിട്ട് നിങ്ങളുടെ ബുദ്ധിതലത്തെ മാറ്റിവെക്കുന്ന ഒരു പരീക്ഷ നടത്താറുണ്ട് സർക്കാർ. ആ പരീക്ഷയിൽ മാർക്കുകൾ കൊണ്ട് ഉന്നത വിജയത്തിലെത്തിയ കുട്ടികൾക്ക് കേരളത്തിൽ 4,920 അത്രയും കുട്ടികൾ ഈ ഒരു പ്രവർത്തനത്തിൽ എല്ലാ വർഷവും തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. എല്ലാ വിദ്യാഭ്യാസ ജില്ലയിലെയും 40 കുട്ടികളായിട്ട് ഏറ്റവും ടോപ്പായിട്ടുള്ള എല്ലാ കാറ്റഗറികളിലും വെച്ച് ജനറൽ കാറ്റഗറിയിൽ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾ എഴുതുന്ന പരീക്ഷയിൽ കട്ട് ഓഫ് മാർക്ക് നൽകി എല്ലാ കാറ്റഗറിയിൽ നിന്നും കുട്ടികളെ സെലക്ട് ചെയ്ത് തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നാണ് നിങ്ങളുടെ പേരുകൾ അയച്ചു വരുന്നത്. രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ ചെറായി 10ാം ക്ലാസ് വിദ്യാർത്ഥി. നമുക്ക് പ്രചോദനമാണ് കൃഷ്ണ. നാം 2024 GC പ്രോഗ്രാം പ്രോഗ്രാമിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കൃതജ്ഞത പറയുക ബഹുമാനപ്പെട്ട മറ്റു അധ്യാപകർ വളരെ വ്യക്തമായിട്ട് എന്താണ് ഗിഫ്റ്റഡ് പ്രോഗ്രാം വളരെ എല്ലാവരും പറഞ്ഞത്. എന്നാൽ എനിക്ക് പ്രോഗ്രാം പറയാനുണ്ട്. ഗിഫ്റ്റഡ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ ക്ലാസ്സിലാക്കി അങ്ങനെ പോകുന്നതല്ല. മറിച്ച് ഒരു പ്രതിഭകളായ വിദ്യാർത്ഥികളെയും അവരെ തിരഞ്ഞെടുത്ത് അവരുടെ ഉള്ളിലേക്ക് മോൾഡ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമുള്ള ഈ പ്രോഗ്രാം.